മുഖ്യമന്ത്രിയുടെ മുഖത്തു നോക്കിയുള്ള വിമർശനങ്ങളിൽ അന്താളിച്ച് CPM നേതൃത്വം. പിണറായിയെയും MV ഗോവിന്ദനെയും വേദിയിലിരുത്തിയുള്ള പരസ്യ വിമർശനം ഇത് ആദ്യമായാണ്. സമ്മേളന പ്രതിനിധികളുടെ ഭയരഹിത സമീപനം വരും സമ്മേളനങ്ങളിലും ആവർത്തിക്കുമെന്ന് ആശങ്കയുണ്ട്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, മുഖ്യമന്ത്രിയുടെ മുഖത്തു നോക്കിയുള്ള വിമർശനം അതിൽ CPM നേതൃത്വത്തിന് വലിയൊരു തലവേദന തന്നെയാണ്. പിണറായിയെയും MV ഗോവിന്ദനെയും വേദിയിലിരുത്തിയുള്ള പരസ്യമായ വിമർശനം ഇത് ആദ്യമായാണ് ഉണ്ടാകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും സമാനതകളില്ലാത്ത വലിയ പ്രതിസന്ധിയിലൂടെയാണ് CPM സംസ്ഥാന നേതൃത്വം കടന്നുപോകുന്നത്. കാരണം ലോക്കൽ സമ്മേളനം തുടങ്ങിയത് മുതൽ അല്ലെങ്കിൽ ഏരിയ സമ്മേളനങ്ങൾ അവസാനിക്കുമ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരെയും പിണറായിക്കെതിരെയും ഉയർന്നു വന്നത്. ഒപ്പം തന്നെ പാർട്ടി നേതൃത്വത്തിനെതിരെയും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു. ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം സമാപിച്ച തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ഉൾപ്പെടെ CPMനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ്, പാർട്ടി നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് CPM അണികൾ നടത്തുന്നത്. പ്രധാനമായി എടുത്തു പറയേണ്ടത് സർക്കാരിനെ പോലും വിമർശിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വേദിയിലിരിക്കുന്ന ഘട്ടത്തിൽ അവർക്കെതിരെ രൂക്ഷമായ വിമർശനം നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സമാനതകളില്ലാത്ത ഒരു പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിഷയങ്ങളിലേക്ക് CPM നേതൃത്വം കടക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സമാപിച്ച ജില്ലാ സമ്മേളനത്തിൽ പോലെ മറ്റു ജില്ലകളിലുള്ള സമ്മേളനങ്ങൾ നടന്നാൽ അത് CPMനെ വലിയ വിവാദത്തിലേക്ക് എത്തിക്കും. CPMന്റെ ഓരോ വകുപ്പുകൾ, പ്രത്യേകിച്ച് സർക്കാരിന്റെ ഓരോ വകുപ്പുകളിലെയും വീഴ്ചകൾ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ അത് പേരെടുത്ത് പറയുന്ന തരത്തിൽ, മന്ത്രിമാരുടെ പേരെടുത്ത് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മനോഭാവം, മുഖ്യമന്ത്രിയുടെ രീതികൾ അത് ഒട്ടും ശരിയായ രീതിയല്ല, മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ ശരിയാകുന്നില്ല എന്നതടക്കമുള്ള മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് വിമർശനങ്ങൾ ഉയർത്തുന്ന സാഹചര്യം. ഇതുകൊണ്ട് തന്നെയാണ് സമാനതകളില്ലാത്ത ഒരു വലിയ തരത്തിൽ CPM വലിയ പ്രശ്നങ്ങളിലേക്ക് CPM കടക്കുന്നു, വിഭാഗീയതയിലേക്ക് CPM കടക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം മുൻപെങ്ങും ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കുമ്പോൾ അത്തരം വിമർശനങ്ങൾ ഉയർന്നില്ല. CPM സംസ്ഥാന സെക്രട്ടറി വേദിയിലിരിക്കുമ്പോൾ ഇത്തരം വിമർശനങ്ങൾ ഉയരാറില്ല. പാർട്ടി നേതൃത്വത്തിന് എന്താണോ പറയുന്നത്, നേതൃത്വം പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന അണികളെയായിരുന്നു മുൻകാലങ്ങളിൽ CPMൽ കാണാൻ സാധിച്ചെങ്കിൽ ഇപ്പോൾ നേതൃത്വത്തിനെതിരെ പരസ്യമായി നേതൃത്വത്തിന്റെ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ വേദിയിലിരിക്കുമ്പോൾ തന്നെ അവർക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തുന്ന തരത്തിലേക്ക് CPMന്റെ അണികൾ മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക, സമാനതകളില്ലാത്ത പ്രശ്നങ്ങളിലൂടെയാണ് സംസ്ഥാന CPM നേതൃത്വം കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തായിരുന്നാലും വരും ദിവസങ്ങളിലുള്ള ജില്ലാ സമ്മേളനങ്ങൾ, മറ്റു ജില്ലകളിൽ ഇനി സമ്മേളനങ്ങൾ നടക്കാറുണ്ട്. ഈ ജില്ലാ സമ്മേളനങ്ങളിലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നാൽ അത് CPMനെ വലിയ പ്രതിസന്ധിയിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നിഖിൽ. ശരി വിനീഷ്, എന്തായാലും മുഖ്യമന്ത്രിയുടെ മുഖത്തു നോക്കിയുള്ള വിമർശനങ്ങളിൽ CPMന് വലിയൊരു തലവേദന സൃഷ്ടിക്കുന്നുണ്ട് നേതൃത്വത്തിന്. പിണറായിയെയും MV ഗോവിന്ദനെയും വേദിയിലിരുത്തിയുള്ള പരസ്യ വിമർശനം ഇത് ആദ്യമായാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. സമ്മേളന പ്രതിനിധികളുടെ ഭയരഹിത സമീപനം വരും ദിവസങ്ങളിലും ആവർത്തിക്കുമെന്ന് ആശങ്കയുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്.